ഹലോ, എന്താ ഞാൻ പറയാം, എത്ര അനുഭവം വന്നാലും പഠിക്കത്തില്ലെന്ന് പറയുന്നത്. പറ്റിക്കപ്പെടാൻ ഇനിയും എൻ്റെ ജീവിതം ബാക്കി എന്നാണ് പറയാനുള്ളത്. കാരണം കേക്ക് വാങ്ങിക്കൊണ്ട് പോയാൽ പേയ്മെൻറ്റ് ചെയ്യാത്തവർ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ കാണും അല്ലേ. ഇങ്ങനെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ടീമാണ് നമ്മളോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ ആദ്യമേ പറയണം, ഇച്ചിരി പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ ഇച്ചിരി പതുക്കെ ചെയ്താൽ മതി എന്ന്. ഇപ്പം നമുക്ക് പറയാമല്ലോ, കുഴപ്പമില്ല, പതുക്കെ ചെയ്താൽ മതി എന്നൊക്കെ. ഇത് കേക്ക് വാങ്ങിക്കൊണ്ട് പോയി മുറിച്ച് അതും കഴിഞ്ഞ് അതിൻ്റെ അപ്പുറവും കഴിഞ്ഞിട്ട് ഒരു അനക്കവും ഇല്ല. വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല, മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരത്തില്ല. എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, അപ്പോഴല്ലേ നമുക്കൊരു ഇതാവത്തുള്ളൂ. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് ഓരോ കേക്കും ചെയ്യുന്നത്. കേക്കിൻ്റെ എല്ലാ സാധനങ്ങൾക്കും നല്ല റേറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് കസ്റ്റമർ മനസ്സിലാക്കുകയും ചെയ്യണം. കാരണം എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ. 90-ൽ ഒരു 100% ഇതുപോലെ കുറച്ച് ആൾക്കാരുണ്ട് നമ്മളെ പറ്റിക്കാനായിട്ട് തന്നെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ തരത്തില്ല എന്ന് പറയത്തില്ല, തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇട്ട് വട്ടം. പിന്നെ അവസാനം നമ്മൾ തന്നെ മടുത്ത് ചോദിക്കത്തില്ല, ആ ഒരവസ്ഥയിലേക്ക് എത്തിക്കും. എന്താ ചെയ്യുക, നമ്മുടെ കഷ്ടപ്പാടിനൊന്നും വിലയില്ലാതെ പോലാവും. പക്ഷേ ഇത് നല്ല കസ്റ്റമറും ഉണ്ട് കേട്ടോ. എനിക്ക് കൂടുതലും നല്ല കസ്റ്റമറാണ്. കാരണം നമ്മൾ ചെയ്യുന്ന എഫേർട്ടിന് വേണ്ടി അവർ പേയ്മെൻറ്റ് ചെയ്യാറുണ്ട്. വളരെ അപൂർവമായിട്ടേ ഉള്ളൂ ഇങ്ങനെ നമ്മളെ പറ്റിക്കുന്നത്. എന്നാലും പറ്റിക്കപ്പെടുമ്പോൾ ഒരു വിഷമമല്ലേ. ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യുക.